അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഞാൻ പിന്നെ തിരിച്ച് ജോലിക്ക് പോകുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കാൻ പോണേ ഞാനിപ്പോ എന്താ ഇത്ര കാലം ജോലി ഇല്ലാണ്ടിരിക്കുന്നു എന്നാണോ? അങ്ങനെ ജോലി ഇല്ലാതിരിക്കൊന്നും അല്ലായിരുന്നു കേട്ടോ. ഞാനൊരു കമ്പനിയിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ കുറെ കാലം കമ്പ്യൂട്ടറിന് മുന്നിൽ ജോലി ചെയ്ത് എനിക്ക് വളരെയധികം സ്ട്രെസ്ഫുൾ ആയിരുന്നു കേട്ടോ ആ ജോലി. അപ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലിനെ കുറിച്ച് ഞാൻ അറിയുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും ഏതെന്ത് ജോലിയാടാന്നല്ല. വേറെ ഒന്നുമല്ല സുഹൃത്തുക്കളെ, ഈ കാണുന്ന മുതലിനെ വലിച്ചുകൊണ്ട് കിടക്കാന്നുള്ളത് തന്നെയാണ് ജോലി. നിങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ടാവും ഞാനെന്തിനാ നല്ലൊരു ജോലി റിസൈൻ ചെയ്തിട്ട് ഈ ഡ്രൈവറായിട്ട് ഇവിടെ ജോലി കയറിയത് എന്തിനാ. എന്റെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ ഒരു 4 കൂടിയ ചുമരിനുള്ളിൽ ജോലി ചെയ്ത് തീർക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അയ്യോ, ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നിമാറി. ഇതൊരു ഡെയിലി വ്ളോഗാണ്. ഇന്ന് രാവിലെ തന്നെ എണീറ്റ് നേരെ ചെന്ന് നമ്മുടെ ഓഫീസിലേക്കാണ്. അപ്പൊ ഇന്ന് ഫസ്റ്റ് ഡേ ആയത് കാരണം കാര്യങ്ങളെല്ലാം പഠിക്കാൻ വേണ്ടി എന്നെ ഇന്ന് ഒരു ഡ്രൈവറുടെ കൂടെയാണ് വിട്ടിരിക്കുന്നത് കേട്ടോ. പുതിയൊരാളായതുകൊണ്ടും പുതിയൊരു ജോലി ആയതുകൊണ്ടും എനിക്കെല്ലാം പറഞ്ഞു തരാനും പഠിപ്പിച്ചു തരാനും കൂടെ ആളെ വിട്ടതാണ്. കുറച്ച് നാളത്തേക്ക് ട്രെയിനിങ് ആയതുകൊണ്ട് ഞാൻ ഇതെല്ലാം പഠിച്ചെടുക്കുന്നത് വരേക്കും എന്റെ കൂടെ ഒരാളും കാണും. എല്ലാം പഠിച്ചതിന് ശേഷം നമ്മൾ ഒറ്റയ്ക്കായിരിക്കട്ടെ യാത്രകളെല്ലാം. ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന കമ്പനി ഒരു പാർസൽ സർവീസ് കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ എന്റെ യാത്രകൾ എല്ലാ ജില്ലകളിലേക്കും ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ യാത്രകളുടെ വിശേഷങ്ങൾ ഞാൻ പങ്കുവയ്ക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇതൊരിക്കലും ഫോളോ ചെയ്തില്ലേ, ഫോളോ ചെയ്യും.